10th സ്റ്റാൻഡേർഡ് ബയോളജി യൂണിറ്റ് 1 പ്രോട്ടീൻ നിർമ്മാണം, പേജ് നമ്പർ 17. ജീനുകളുടെ പ്രവർത്തന ഫലമായാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച് ചിത്രീകരണം 1.7, വിവരണം എന്നിവ സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും. അതായത് പ്രോട്ടീൻ നിർമ്മാണത്തെക്കുറിച്ച് ഈ ചിത്രം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ജീനുകളുടെ സന്ദേശം അനുസരിച്ചിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിൽ 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം ട്രാൻസ്ക്രിപ്ഷൻ, രണ്ടാമത്തെ ഘട്ടം ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ, അല്ലെങ്കിൽ അതിനെയാണ് ജീൻ എന്ന് പറയുന്നത്, ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA രൂപപ്പെടുന്നു. mRNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. അതായത് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണല്ലോ ഈ DNA ഉള്ളത്. അതായത് ക്രോമോസോമിൻ്റെ ഉള്ളിലാണ് ഈ DNA ഇങ്ങനെ ഇരിക്കുന്നത്. DNA-യുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ് ഇത് കാണുന്നത്. അപ്പോൾ DNA-ക്ക് നേരിട്ട് ഈ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അപ്പോൾ DNA എന്ത് ചെയ്യും? DNA ഒരു mRNA ഉണ്ടാക്കും. ഈ mRNA-ക്ക് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലൂടെ പുറത്തു വരാൻ കഴിയും. അതായത് ഈ ജീനിൻ്റെ സന്ദേശം വഹിച്ച് ആ സന്ദേശം എവിടെ എത്തിക്കണം? റൈബോസോമിൽ എത്തിക്കണം. അവിടെ വെച്ചാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുക. അപ്പോൾ ഈ ജീനിൽ നിന്നുള്ള സന്ദേശം റൈബോസോമിൽ എത്തിക്കണമെങ്കിൽ ഈ ന്യൂക്ലിയസിൻ്റെ കവചം മുറിച്ച് കടക്കണം. അപ്പോൾ ഈ ന്യൂക്ലിയസിനെ മുറിച്ച് കടക്കാൻ DNA-ക്ക് കഴിയാത്തത് കൊണ്ട് അതിൽ നിന്ന് ഒരു RNA ഉണ്ടാക്കും. ആ RNA-യുടെ പേര് മെസ്സഞ്ചർ RNA എന്നാണ്. അതായത് മെസ്സഞ്ചർ, സന്ദേശവാഹകൻ, സന്ദേശം വഹിച്ചു കൊണ്ടുപോകുന്ന ആള്. ജീനിൽ നിന്ന്, അതായത് ന്യൂക്ലിയോടൈഡിൽ നിന്ന്, ജീനിൽ നിന്ന് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം വഹിച്ചു കൊണ്ടുപോകുന്നത് ഈ mRNA ആണ്, മെസ്സഞ്ചർ RNA. അങ്ങനെ ഈ മെസ്സഞ്ചർ RNA ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. DNA-യിൽ നിന്ന് മെസ്സഞ്ചർ RNA ഉണ്ടാകുന്നതിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം ട്രാൻസ്ലേഷനാണ്. ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNA-യിലെ സന്ദേശമനുസരിച്ച് tRNA-കൾ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. റൈബോസോമിന്റെ ഭാഗമായ rRNA-കളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു. അങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്. അതായത് ഈ മെസ്സഞ്ചർ RNA സന്ദേശം വഹിച്ചിട്ട് എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മിക്കേണ്ടത് എന്ന സന്ദേശം വഹിച്ചിട്ട് ഇങ്ങനെ ഈ ന്യൂക്ലിയസിനെ ഭേദിച്ചിട്ട് എവിടെ എത്തും? ഇവിടെ ഈ റൈബോസോമിൽ എത്തും. റൈബോസോം ഈ സന്ദേശം സ്വീകരിച്ച് അപ്പോൾ ഏത് തരം അമിനോ ആസിഡിനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ആ സന്ദേശം ആർക്ക് കൈമാറും? tRNA-ക്ക് കൈമാറും. അതായത് ട്രാൻസ്ഫർ RNA-ക്ക് കൈമാറും. ഈ tRNA എന്ത് ചെയ്യും? ഈ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന അമിനോ ആസിഡാണ് ഇത്. അമിനോ ആസിഡിനെ വഹിച്ച് ഈ tRNA റൈബോസോമിൽ എത്തിക്കും. അങ്ങനെ ഏതുതരം അമിനോ ആസിഡാണോ ഈ മെസ്സഞ്ചർ RNA-യുടെ സന്ദേശത്തിൽ ഉള്ളത്, ആ അമിനോ ആസിഡിനെ പിടിച്ചു കൊണ്ടുവരുന്ന പണിയാണ് ആർക്ക്? tRNA-ക്ക്. അതിനെ എന്നിട്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഈ റൈബോസോമിലേക്ക് എത്തിക്കും. എന്നിട്ട് ഈ റൈബോസോമാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. റൈബോസോം ആരുടെ സഹായത്താലാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്?
ഈ റൈബോസോമൽ RNA എന്ന ഒരു RNA ഇതിലുണ്ട്, rRNA. ആ rRNAയുടെ സഹായത്താൽ പ്രോട്ടീൻ നിർമ്മിക്കും. ഇതാണ് പ്രോട്ടീൻ. അപ്പോൾ ഈ ചിത്രം നല്ലവണ്ണം അറിഞ്ഞിരിക്കണം, ഓരോന്നും എന്താണെന്ന് അറിയണം. ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് DNA ആണ്. ഈ DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്നതാണിത്. ഇത് മെസ്സഞ്ചർ RNA ആണ്. മെസ്സഞ്ചർ RNA ആണ് ഇങ്ങനെ പുറത്തേക്ക് കടന്ന് ഇങ്ങനെ വരുന്നത്, മെസ്സഞ്ചർ RNA ആണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ മെസ്സഞ്ചർ RNA ആണ്. മെസ്സഞ്ചർ RNA സന്ദേശം എത്തിച്ചു കഴിഞ്ഞാൽ ആ സന്ദേശം ഇവിടെ ആർക്ക് കൊടുക്കും? tRNA. ഇത് tRNA ആണ്. tRNA അതിൽ പറഞ്ഞിരിക്കുന്ന അമിനോ ആസിഡിനെ, ഇത് അമിനോ ആസിഡാണ്, അമിനോ ആസിഡിനെ പിടിച്ചു കൊണ്ടുവരുന്നതാണിത്. അമിനോ ആസിഡിനെ വഹിച്ചിട്ട് ഇവിടെ കൊണ്ടുവരും, റൈബോസോമിൽ കൊണ്ടുവരും. ഈ റൈബോസോമിൽ rRNA ഉണ്ട്. rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNA. അതിൻ്റെ സഹായത്തോടു കൂടി റൈബോസോം പ്രോട്ടീനെ ഉണ്ടാക്കും. ഇത് പ്രോട്ടീനാണ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് അറിയണം. അതിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ നേരത്തെ ട്രാൻസ്ലേഷന് പ്രോട്ടീൻ നിർമ്മാണത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞതിൻ്റെ സൂചകങ്ങളാണിത്. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ എഴുതണം, അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്നും ട്രാൻസ്ലേഷൻ എന്താണെന്നും എഴുതണം. ന്യൂക്ലിയസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എഴുതണം. ന്യൂക്ലിയസിൽ DNA-യിൽ നിന്ന് mRNA രൂപീകരിക്കുന്ന അത് എഴുതണം. കോശദ്രവ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എഴുതണം. കോശദ്രവ്യത്തിലേക്ക് mRNA സന്ദേശം വഹിച്ച് റൈബോസോമിൽ എത്തുന്നതും റൈബോസോമിൽ പിന്നീട് പ്രോട്ടീൻ ഉണ്ടാകുന്ന വരെയുള്ള ഘട്ടങ്ങൾ എഴുതണം. പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. അതായത് പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങൾ. പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന വിവിധ RNA-കൾ ചിത്രീകരണം 1.8 നൽകിയിരിക്കുന്നു. അവയുടെ പേര്, ധർമ്മം എന്നിവ ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കുക. അതായത് പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഉൾപ്പെട്ട വിവിധതരം RNA-കൾ ഉണ്ടല്ലോ, മെസ്സഞ്ചർ RNA, tRNA, rRNA. അതിനെപ്പറ്റി അവയുടെ പേര്, ധർമ്മം എന്നിവ ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ ഫ്ലോ ചാർട്ട് ഇവിടെ DNA-യിൽ നിന്ന് തുടങ്ങണം. DNA-യിൽ നിന്ന് മെസ്സഞ്ചർ RNA ഉണ്ടാകുന്നു. DNA ഒരു ഏരോ മാർക്ക് ഇട്ടിട്ട് മെസ്സഞ്ചർ RNA എന്ന് ഏരോ മാർക്ക് ഇട്ടിട്ട് എന്തെഴുതണം? റൈബോസോമിൽ നിന്ന് ഏരോ മാർക്ക് ഇട്ടിട്ട് tRNA-യിൽ നിന്ന് ഏരോ മാർക്ക് ഇട്ടിട്ട് അമിനോ ആസിഡിൽ നിന്ന് ഏരോ മാർക്ക് ഇട്ടിട്ട് വീണ്ടും റൈബോസോം അതിൻ്റെ ഒപ്പം തന്നെ rRNA എന്ന് എഴുതുക. rRNA-യിൽ നിന്ന് ഇവിടെ പ്രോട്ടീൻ. അതിന് ശേഷം ഇവിടെ ഓരോന്നും ഇവിടെ rRNA-യുടെ ഇവിടെ എഴുതിയിട്ടുണ്ട് റൈബോസോമൽ RNA-യുടെ ജോലി എന്താണ്? റൈബോസോമുകളുടെ പ്രധാന ഘടകമാണ് റൈബോസോമൽ RNA. അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നു. അതായത് അമിനോ ആസിഡിനെ tRNA കൊണ്ടുവന്നാൽ അതുപയോഗിച്ചിട്ടാണല്ലോ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിനാണ് rRNA സഹായിക്കുന്നത്. പിന്നെ tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് tRNA-യുടെ പ്രവർത്തനം എന്താണെന്ന്. tRNA നിശ്ചിത അമിനോ ആസിഡുകളെ, അതായത് സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന mRNA-യിലെ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന അമിനോ ആസിഡുകളെ സ്വീകരിച്ച് റൈബോസോമിൽ എത്തിക്കുന്നു. tRNA-യുടെ ഫുൾ ഫോം ട്രാൻസ്ഫർ RNA എന്നാണ്. പിന്നെ mRNA മെസ്സഞ്ചർ RNA DNA-യിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് ന്യൂക്ലിയസിൽ നിന്ന് പുറത്തു കടന്ന് ജീനുകളുടെ സന്ദേശം DNA-യിലെ ന്യൂക്ലിയോടൈഡിലെ ജീനുകളുടെ സന്ദേശം റൈബോസോമിൽ എത്തിക്കുന്നു. അതാണ് ഇവിടെ എഴുതേണ്ടത്.
ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട പ്രോട്ടീനുകൾ ജീവികളുടെ സ്വഭാവ സവിശേഷതകളെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. ചിത്രം നിരീക്ഷിച്ച് മാത്രം ജീവികളും സന്താനങ്ങളും അത് അടുത്തതാണ്. അപ്പോൾ പ്രോട്ടീനുകളാണ് നമ്മളുടെ സ്വഭാവ സവിശേഷതകൾക്കും എല്ലാ കാര്യത്തെയും സ്വാധീനിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ചിത്രം വളരെ റഫായിട്ട് വരച്ചാണ്. ന്യൂക്ലിയസ് ഇത് DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്നു, RNA റൈബോസോമിൽ എത്തിക്കുന്നു. അങ്ങനെ ഒരു ചിത്രം. ആ ചിത്രത്തിലെ പ്രക്രിയ ഏതാണ്? ഈ പ്രക്രിയ ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണം ആണ്. പിന്നെ എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇതിനെ ആ പേര് വരാൻ കാരണമെന്ത്? അതായത് ഈ എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടേക്കാണല്ലോ ഏറോ മാർക്ക്. അതായത് മെസ്സഞ്ചർ RNA. മെസ്സഞ്ചർ RNA എന്ന പേര് വരാൻ കാരണം ജീനിൽ നിന്ന് സന്ദേശം വഹിച്ച് mRNA-യിൽ എത്തിക്കുന്നത് കൊണ്ടാണ്, മെസ്സഞ്ചറായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മെസ്സഞ്ചർ RNA എന്ന പേര് വന്നത്. ഈ പ്രക്രിയയിൽ എക്സിൻ്റെ പങ്ക് എന്ത്? എക്സിൻ്റെ ജോലി എന്താണ്? mRNA-യാണ് DNA-യിൽ നിന്നും പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം റൈബോസോമിൽ എത്തിക്കുന്നത്. അതാണ് mRNA-യുടെ ജോലി. ഇത്രയാണ് ഇതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോട്ടീൻ നിർമ്മാണത്തെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ 2 ചോദ്യങ്ങളുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. RNA തന്മാത്രയുടെ ഘടന, സവിശേഷതകൾ എന്നിവ ചിത്രീകരണം 1.6 വിവരണം എന്നിവ വിശകലനം ചെയ്ത് ധാരണ കൈവരിക്കും. അതിൻ്റെ ഉത്തരമാണിത്. 2ാമത്തെ ചോദ്യം, പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന വിവിധ RNA-കൾ ചിത്രീകരണം 1.8 നൽകിയിരിക്കുന്നു. അവയുടെ പേര്, ധർമ്മം എന്നിവ ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കാനാണ്. ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്തതായി, അപ്പോൾ നമ്മൾ പറഞ്ഞു ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകളൊക്കെ നിയന്ത്രിക്കുന്നത് എന്നും പറഞ്ഞു. അപ്പോൾ ഈ ജീനുകൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് കൈമാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ സാമ്യമുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ചില സന്താനങ്ങൾ മാതാവിനെ പോലെ അല്ലെങ്കിൽ പിതാവിനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതേസമയത്ത് ചിലത് വ്യത്യസ്തമായും കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഒരുപോലെയാണ് കുട്ടികൾ കാണപ്പെടുന്നത്. ഇവിടെ കുട്ടികളിൽ ചില ആൾക്കാരിൽ വ്യത്യാസമുണ്ട്. സ്വഭാവങ്ങളിലെ സാമ്യ വ്യത്യാസങ്ങൾ. മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നില്ലേ? ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില സവിശേഷതകളും സന്താനങ്ങളിൽ കാണപ്പെടുന്നില്ലേ? ഉണ്ട്. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം. അതായത് മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിനെയാണ്, സന്താനങ്ങൾക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്നൊക്കെ പറയുന്നത്. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ്. അതായത് മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ചില ഗുണങ്ങളും മക്കൾക്ക് കിട്ടാറുണ്ട്. അങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിൽ പ്രകടമാകുന്ന സവിശേഷതകൾക്കാണ് എന്ത് പറയുന്നത്? വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നത്. ഈ പാരമ്പര്യത്തിനായാലും അതുപോലെ വ്യതിയാനത്തിനായാലും കാരണക്കാർ ആരാണ്? മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ഈ ജീനുകളാണ് ഇതിനൊക്കെ കാരണം. ജീനുകളുടെ കണ്ടെത്തലിലേക്ക് ശാസ്ത്രത്തെ നയിച്ച ചരിത്ര വഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നൽകിയിരിക്കുന്ന വിവരണം വിശകലനം ചെയ്ത് കൂടുതൽ ധാരണ കൈവരിക്കും. അപ്പോൾ ഈ ജീനുകളുടെ കണ്ടെത്തലുകൾ നമ്മുടെ ജീവശാസ്ത്രത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്.
പൂന്തോട്ടത്തിലെ ജനിതക ശാസ്ത്രം. ഇദ്ദേഹമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഗർ ജോഹൻ മെൻഡൽ. 1822 മുതൽ 1884 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ്. ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. അതായത് ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പറയുന്ന ശാസ്ത്രശാഖയ്ക്കാണ് എന്ത് പറയുന്നത്? ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. ഗ്രിഗർ ജോഹൻ മെൻഡൽ തോട്ടപ്പയർ ചെടികളിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ പാകിയത്. അതായത് ഗ്രിഗർ ജോഹൻ മെൻഡൽ അദ്ദേഹത്തിന്റെ തോട്ടപ്പയറിൽ, അതായത് പൈസൺ സറ്റൈവ എന്ന ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളാണ് ഈ ജനിതക ശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. അതായത് ജനിതക ശാസ്ത്രത്തെ പറ്റി ആദ്യമായിട്ട് പഠനം നടത്തിയത് ആരാണ്? ഗ്രിഗർ ജോഹൻ മെൻഡലാണ്. അതിനാൽ അദ്ദേഹത്തെ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം ഈ പൈസൺ സറ്റൈവ എന്ന ചെടിയിൽ വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തി ചില നിഗമനങ്ങളൊക്കെ രൂപീകരിച്ചെടുത്തു. ആ നിഗമനങ്ങളാണ് പിന്നീട് ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറയിട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രിഗർ ജോഹൻ മെൻഡൽ 1822 ജൂലൈ 20 ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന വടക്കൻ മൊറാവിയയിലെ ഒരു ചെറിയ ഗ്രാമമായ ഹൈൻസിസിലാണ് ജനിച്ചത്. ബ്രൂണിലെ അഗസ്തീനിയൻ ആശ്രമത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം 1847 ഒരു പുരോഹിതനായി. 1851 1853 ഇടയിൽ വിയന്ന സർവകലാശാലയിൽ ചേർന്ന് ഭൗതികശാസ്ത്രം, ഗണിതം, പ്രകൃതിശാസ്ത്രം എന്നിവയിൽ പഠനങ്ങൾ നടത്തുകയും ശാസ്ത്രീയമായി ഡാറ്റ വിശകലനം ചെയ്യുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു. അതായത് അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, എന്നാലും അദ്ദേഹം സർവകലാശാലയിലൊക്കെ ചേർന്ന് ഭൗതികശാസ്ത്രം, ഗണിതം, പ്രകൃതിശാസ്ത്രം എന്നിവയിലൊക്കെ ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. 1856 മെൻഡൽ തന്റെ ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ തോട്ടപ്പയർ ചെടികളിൽ, അതായത് പൈസൺ സറ്റൈവ എന്ന ചെടിയിൽ പൂക്കളുടെ നിറം, വിത്തിന്റെ ആകൃതി തുടങ്ങി 7 പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് വർഗസങ്കരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം 1856 അദ്ദേഹത്തിന്റെ തോട്ടപ്പയർ ചെടിയിലെ വർഗസങ്കരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. പരീക്ഷണ ഫലങ്ങളുടെ വിശകലനത്തിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ടെന്ന് വിശദമാക്കുകയും അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. അങ്ങനെ വർഗസങ്കരണ പരീക്ഷണങ്ങൾ 7 പ്രത്യേക സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കി വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങൾ, അതായത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പം ഒരു നീളം കൂടുതൽ എന്നൊരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ രണ്ട് ഘടകങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവയെ അദ്ദേഹം പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. ജീനുകൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ ഘടകങ്ങളാണ്. അന്ന് ജീനുകളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം ഘടകങ്ങൾ എന്ന് മാത്രം പറഞ്ഞു. ഇപ്പോഴാണ് അത് ജീനുകളാണെന്ന് മനസ്സിലായത്. അപ്പോൾ ജീനുകൾ എന്നറിയപ്പെടുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ ഈ ഘടകങ്ങളാണ്. ഗ്രിഗർ മെൻഡലിന്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. അദ്ദേഹം കണ്ടെത്തിയ നിഗമനങ്ങളാണ് പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് അദ്ദേഹം തോട്ടപ്പയർ ചെടിയിൽ നടത്തി കണ്ടെത്തിയ നിഗമനങ്ങളാണ് പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഈ നിയമങ്ങൾ നൽകുന്നത്. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് മനസ്സിലാക്കാനുള്ള നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ഒരു രൂപരേഖയാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ. അത് പിന്നീട് വരുന്നുണ്ട്. 1865 തന്റെ കണ്ടെത്തലുകൾ ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു. അദ്ദേഹം 1865 തന്നെ തന്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചു. അടുത്ത വർഷം സസ്യസങ്കരണത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം അതിന്റെ ശേഷം സസ്യസങ്കരണത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പേരിൽ ഒരു പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു. എന്നാൽ അക്കാലത്തെ ശാസ്ത്ര സമൂഹം
മെൻഡലിൻ്റെ കണ്ടെത്തലുകളെ അവഗണിച്ചു. 1884 ഗ്രിഗർ മെൻഡൽ അന്തരിച്ചു. പക്ഷെ അന്നത്തെ ശാസ്ത്ര സമൂഹം അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ സസ്യസങ്കരണത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പ്രബന്ധം, അത് ആരെഴുതിയതാണ്? സസ്യസങ്കരണത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പ്രബന്ധം എഴുതിയത് ഗ്രിഗർ ജോഹൻ മെൻഡലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അന്നത്തെ ശാസ്ത്ര സമൂഹം അവഗണിച്ചു. 1884 അദ്ദേഹം മരിക്കുകയും ചെയ്തു. പക്ഷേ 1900 അദ്ദേഹത്തിൻ്റെ മരണത്തിന് 16 വർഷങ്ങൾക്ക് ശേഷം സസ്യശാസ്ത്രജ്ഞരായ ഹ്യൂഗോ ഡ്യൂരീസ്, കോൾ കോറൻസ്, ഐറിക് വോൺ ഷെർമാക്ക് എന്നിവർ മെൻഡലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. പക്ഷെ അദ്ദേഹം മരിച്ച 16 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചില ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഹ്യൂഗോ ഡ്യൂരീസും കോൾ കോറൻസും ഐറിക് വോൺ ഷെർമാനും പരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയ്ക്ക് എന്ത് തിരിച്ചറിഞ്ഞു? ഗ്രിഗർ ജോഹൻ മെൻഡൽ അന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയായി മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടത്. അതോടുകൂടി ജനിതകശാസ്ത്രത്തിൻ്റെ അടിത്തറയായി ഗ്രിഗർ ജോഹൻ മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടു. വിവിധ ശാസ്ത്രകാരരുടെ അനവധി സംഭാവനകളിലൂടെ ഏറ്റവും വിപുലമായ ശാസ്ത്രശാഖയായി ജനിതകശാസ്ത്രം വളർന്നിരിക്കുന്നു. ഇന്ന് പിന്നീട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അതേ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെയൊക്കെ കണ്ടെത്തലുകളുടെ ഫലമായി ഇന്ന് ജനിതകശാസ്ത്രം വളരെ വലിയ ഒരു വിപുലമായ ശാസ്ത്രശാഖയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്.